ഇതുപോലത്തെ പിങ്ക് കളർ പേപ്പർ എടുക്കാനുണ്ടെങ്കിൽ നമുക്കിന്ന് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക. നല്ല ഭംഗിയായിട്ടു കാണാൻ വേണ്ടിയിട്ട്. ഫൈനൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. വേറെ നല്ല ഇതുപോലത്തെ കുറച്ച് പേപ്പേഴ്സ് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. സെൻറ്റിമീറ്റർ ഒന്നുമില്ല, വെറുതെ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം മടക്കിയിട്ട് ആ മടക്ക് ഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കുഞ്ഞുകുഞ്ഞാന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ 6 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല നമുക്കിനി വേണ്ടത് യെല്ലോ പേപ്പർ ചെറുതായിട്ട് തന്നെ ചെറിയൊരു കഷ്ണം എടുക്കുക. അതും ഇതേപോലെ തന്നെ മടക്കിയതിന് ശേഷം ഇതേ സെയിം മെത്തേഡ് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതുപോലെ ഗ്ലൂ തേച്ചതിന് ശേഷം അറ്റത്ത് ഞാൻ ഈർക്കലാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ ചുറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ മണ്ടയിൽ കൂടെ റോസ് കളറിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ സെറ്റാവും ഗെയ്സ്. അങ്ങനെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി നോക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ച് പാടാണ്, എൻ്റെ കയ്യിലൊക്കെ പേപ്പർ ഒട്ടി ഞാൻ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. ഇതാണ് ഫൈനൽ ഇതെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഗ്രീൻ കളറുള്ള പേപ്പേഴ്സ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്ലവേഴ്സ് സെറ്റായിട്ടുണ്ട്. അതിന് പറ്റിയൊരു ഫോട്ടോ കൊണ്ട് കിട്ടിയപ്പോഴത്തേക്ക് ആ ഒരു ബോട്ടിലിനകത്ത് ഞാൻ അത് ഇട്ട് വെച്ചു. നല്ല രസമില്ല ഗെയ്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട ഗെയ്സ്. ബൈ.